ഫസൽ വധക്കേസിൽ RSS പ്രവർത്തകൻ കുറ്റസമ്മതം മൊഴി നൽകിയ പശ്ചാത്തലത്തിൽ കേസിൽ പുനരന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. പുനരന്വേഷണ ആവശ്യവുമായി നിയമപോരാട്ടം ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് ഫസലിന്റെ ജ്യേഷ്ഠൻ അബ്ദുറഹ്മാൻ. മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് പോലും ഫസലിന് RSSന്റെ വധഭീഷണിയുണ്ടായിരുന്നുവെന്നും അബ്ദുറഹ്മാൻ റിപ്പോർട്ടറോട് പറഞ്ഞു. തലശ്ശേരിയിലെ NDF പ്രവർത്തകൻ ഫസലിനെ കൊലപ്പെടുത്തിയത് താൻ ഉൾപ്പെടുന്ന RSS പ്രവർത്തകരാണെന്ന് പടുവിലായി മോഹനൻ വധക്കേസിലെ പ്രതി സുബീഷ് കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരുന്നു. ഇതോടെയാണ് കേസിൽ പുനരന്വേഷണം വേണമെന്ന ആവശ്യവുമായി ഫസലിന്റെ ജ്യേഷ്ഠൻ അബ്ദുറഹ്മാൻ രംഗത്തെത്തിയത്. താൻ പറയാത്ത കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് CPIM പ്രവർത്തകർക്കെതിരെ CBI കുറ്റപത്രം തയ്യാറാക്കിയിരുന്നത്. RSS പ്രവർത്തകർക്ക് പങ്കുണ്ടെന്ന സംശയം താൻ ആദ്യം മുതലേ ഉന്നയിച്ചിരുന്നു. കുറ്റസമ്മതമൊഴി പുറത്തുവന്ന പശ്ചാത്തലത്തിൽ തന്റെ സംശയങ്ങൾ ശരിയാണെന്ന് തെളിയുകയാണെന്ന് അബ്ദുറഹ്മാൻ പറഞ്ഞു. പുനരന്വേഷണം എന്തായിരുന്നാലും വേണം. അത് ഇന്നല്ല, ഇപ്പല്ല, കൊല്ലങ്ങളായിട്ട് ഞാൻ പറയുന്നുണ്ട്. അതായത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഒരു പുനരന്വേഷണത്തിന്. പക്ഷെങ്കിൽ എന്ന് വെച്ചാൽ കുടുംബമെല്ലാം നേരത്തെ ധരിച്ചു വെച്ചതിൻ്റെ പേരിൽ അതിനപ്പുറം എനിക്ക് മറികടക്കാൻ കഴിയുന്നില്ല. കാരണം വെച്ചാൽ എല്ലാവരും ഇന്ന് വേർത്തിട്ടാണ്. ഫസലിന് RSSന്റെ വധഭീഷണിയുള്ളതായി മാക്കൂൽപേടിയിലെ പള്ളി കമ്മിറ്റി ഭാരവാഹികൾ തന്നോട് സൂചിപ്പിച്ചിരുന്നുവെന്നും അദ്ദേഹം റിപ്പോർട്ടറോട് പറഞ്ഞു. മാടപ്പേടിൻ്റെ ആടാന്ന് വെച്ചാൽ RSSും STPIക്കാരുമായിട്ട് നിരന്തരം പ്രശ്നങ്ങളാണ്. പോലെ ബോർഡ് കയറല്, അതാകല്, ഇവർ പള്ളി പഞ്ഞു കയറല്, അങ്ങനെ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ വന്നപ്പോൾ അവിടുത്തെ പള്ളി കമ്മിറ്റിയിലുള്ള ഒരാളായിട്ട് എനിക്ക് ബന്ധമുണ്ട്. അയാൾ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഉണ്ടെന്ന്. പുനരന്വേഷണ ആവശ്യമുയരുന്നതോടെ ഫസൽ വധക്കേസ് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും സജീവ ചർച്ചയാവുകയാണ്. ലിമേഷ് ചെറുപഴശ്ശിക്കൊപ്പം യദു നാരായണൻ, റിപ്പോർട്ടർ, കണ്ണൂർ.